ഇടുക്കിയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി. ഉപ്പുതറ സ്വദേശി അൻസാരിയുടെ വീടിനുള്ളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും അഖിൽ TS ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ ഇടുക്കിയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ്. അൻസാരിയുടെ വീടിനുള്ളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സംഭവത്തിൽ വീട് തകർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു അപകട കാരണം? കൃഷ്ണപ്രിയ, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഉപ്പുതറ ടൗണിലുള്ള ഗോൾഡ് കവറിംഗ് സ്ഥാപനം നടത്തുന്ന അൻസാരിയുടെ വീട്ടിൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടക്കുകയായിരുന്നു. വലിയ ശബ്ദം കേട്ടാണ് അയൽവാസികളായിട്ടുള്ള ആളുകൾ പോലും അവിടേക്ക് ഓടിയെത്തിയത്. ഈ സ്ഫോടനത്തിൽ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള അൻസാരിക്ക് സാരമായി പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റു. അൻസാരി ഇപ്പോൾ നിലവിൽ പാലായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആളുകൾ കരുതിയത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ്. എന്നാൽ സ്ഫോടനത്തിന് ശേഷം വീടിനുള്ളിൽ കയറി നോക്കിയ ആളുകൾ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായി വീടിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടതിനാൽ ഇപ്പോൾ നിലവിൽ സ്ഫോടനത്തിന് കാരണം എന്തെന്ന് സംബന്ധിച്ച് വ്യക്തതയായിട്ടില്ല. നിലവിൽ ഇപ്പോൾ പോലീസ് സംഘം ശാസ്ത്രീയമായ പരിശോധനകളടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതെന്ന് അറിയാൻ ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തി വരികയാണ്. ഈ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്താണ് ഇത്തരത്തിൽ സ്ഫോടനത്തിന് കാരണമായ വസ്തു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി വിവരം ലഭിക്കുകയുള്ളൂ. എന്തുതന്നെയായാലും വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഉപ്പുതറയിലുള്ള അൻസാരിയുടെ വീട്ടിൽ സംഭവിച്ചത്. ഉപ്പുതറയിലെ ഈ സ്ഫോടനത്തിൽ ഗുരുതരമായി തന്നെ അൻസാരിക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ അൻസാരിയെ ഉടൻ തന്നെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അൻസാരി നിലവിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷ്ണുപ്രിയ. ശരി, ഇടുക്കിയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ്. ഉപ്പുതറ സ്വദേശി അൻസാരിയുടെ വീടിനുള്ളിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. സംഭവത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. അപകട കാരണം വ്യക്തമല്ല. വിവരങ്ങളാണ് അഖിൽ TS നൽകിയത്.